അപ്പൊ നമ്മള് 65 അടി ഉയരല്ലേ കവുങ്ങുമത്ത അടക്കട പറിക്കണത്. അതേപോലെ തന്നെ തോട്ടി വെച്ചുകാണ്ട് നമ്മളതിന്റെ തൊട്ടപ്പുറത്തുള്ള കവുങ്ങുമത്ത അടക്കൊക്കെ പറിക്കും. വണ്ണം മേലെ വണ്ണം കുറഞ്ഞ സ്ഥലത്തുമ്പോ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എന്താവും. അപ്പൊ നമ്മള് ഇതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളേ മെഷീൻ കിട്ടുമ്പോ ഇതേപോലെയൊക്കെ കേട്ടോ. ഫസ്റ്റ് എന്ത് ചെയ്യാ, സേഫ്റ്റി ബെൽറ്റ് കേട്ടോ. സേഫ്റ്റി ബെൽറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഇത് നമുക്കിത് നമ്മളെ മെഷീൻ്റെ ഒരു പാർട്സ് ആണ്. ഇത് എക്സ്ട്രാ പാർട്സ് കേട്ടോ, ഇത് കംപ്ലൈന്റ് ആയിട്ട് ചെയ്യാനുള്ളത്. ഇത് നമ്മളൊരു പാർട്സ് ആണ് മെഷീൻ്റെ, ഇത് എക്സ്ട്രാ. ഇതൊരു ടൂൾസ് ആട്ടോ, ഇത് ടൂൾസ് ആണ്. ഇതൊക്കെ നമ്മളെ എക്സ്ട്രാ പാർട്സ് ആട്ടോ. ഇത് തേഞ്ഞ് കഴിഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള പാർട്സ് ആണിത്. ഒരു 4-5 എണ്ണമൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് പിന്നെ 2 ഗ്ലൗസ് ഉണ്ടാവും. അതിൽ 4 ആണി നമുക്ക് ആവശ്യമുള്ളതാണ്. ഇടത് ഗ്ലൗസ് കേട്ടോ. ഇനി ഇടത്ത് കൈ കൊണ്ടാണ് പാടുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ വലത്തെ ഗ്ലൗസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇടത് കൈ ഗ്ലൗസ് നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ വലത്ത് ഇത് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതിമേ എന്തെങ്കിലുമൊക്കെ അയച്ചു പണി നടത്തുമ്പോൾ ഇതുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ്. ഇത് നമ്മളൊരു മെഷീൻ്റെ പാർട്സാണ്. പിന്നെ ഇതും നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇത് നമ്മളൊരു ടൂൾസ് ആട്ടോ, പാർട്സ് അല്ല ടൂൾസാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇത് ആഡ് ചെയ്യട്ടോ. ഇതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മളെ തോട്ടത്തെ കവുങ്ങ് നല്ല വണ്ണല്ല കവുങ്ങാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇവിടുത്തെ ലാസ്റ്റിൽ കൊടുങ്ങാണ്ട് ചെയ്യുക. ഇതൊരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. പിന്നെ ഇവിടെയാണ് നമ്മൾ ഓരോ കവുങ്ങിനനുസരിച്ച് നമ്മൾ
കുറക്കലും കൂട്ടലൊക്കെ ഇവിടെയാണ് ഓപ്പൺ ആക്കി കണ്ട് നമ്മൾ ഇതാക്കട്ടോ അഡ്ജസ്റ്റ് ചെയ്യൽ ഇവിടെയാണ്. അല്ല ഇനി വണ്ണം കുറഞ്ഞൊരു മീഡിയം പറ്റ വണ്ണം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഇതിനെടുത്തിട്ട് ഒരു ലാസ്റ്റിൽ 2 3 കൊടുത്തങ്ങാണ്ട് ആഡ് ചെയ്യുക. ഇനി ഒരു പാകത്തെ മീഡിയം വണ്ണാണെന്നുണ്ടെങ്കിൽ ഇതിനെടുത്തങ്ങാണ്ട് നടുവിൽ കൊണ്ടുവരിക. നല്ല വണ്ണാണെങ്കിൽ ഇവിടെ ലാസ്റ്റ്ക്ക്, മീഡിയം വണ്ണാണെന്നുണ്ടെങ്കിൽ നടുവിൽ, വണ്ണം കുറഞ്ഞ കവുങ്ങാണെന്നുണ്ടെങ്കിൽ ഇതിനെ ലാസ്റ്റ്. ഇത് ഫിക്സ് ആട്ടോ. പിന്നെ എവിടെയാണ് നമ്മൾ ചേഞ്ച് ആക്കലൊക്കെ. ഇതും തന്നെ നേരത്തെ ഇതിൽ പറഞ്ഞ അതേ സിസ്റ്റം മനസ്സിലായില്ലേ. വണ്ണം കൂടിയതാണെങ്കിൽ ഇവിടെ ഒക്കെ എങ്ങനെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മെഷീനൊന്നിങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ കുറച്ച് ചെരിച്ച് പിടിക്കുക. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യുക, ആദ്യം മേലത്തെ എടുത്ത് കണ്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ആദ്യം മേലത്തെ സെറ്റ് ചെയ്തു, അതിനെ വിട്ടു. ഈ കൈ കൊണ്ട് ഇതിൻ്റെ ഇവിടെ പിടിച്ചിട്ട് പിന്നെ ഈ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതേപോലെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ചെറിയൊരു ചെരിവുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും വേണം. ഇതേപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യണം. ഇതിന് ടൈറ്റ്, ചെറുതായിട്ട് ടൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം എടുത്തുങ്ങാണ്ട് ഊരിങ്ങാണ്ട് ഒന്ന് ലൂസാക്കുക. പിന്നെ ഒന്നായിട്ട് തൂങ്ങി നിൽക്കും വേണ്ട. അതിപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇതാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ സ്ട്രെയിറ്റ് ആയിട്ട്. പിന്നെ ഇത് ചെയ്യണത് ഇത് കണ്ടില്ലേ, ചെറിയൊരു ചെരിവ് കൊടുക്കണം. ഇത് വണ്ണം കൂടിയതാണെങ്കിലും വണ്ണം കുറഞ്ഞതാണെങ്കിലും ഏത് കവുങ്ങിലാണെങ്കിലും ഒരു മീഡിയം ചെരിവ് എപ്പോഴും ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കൊടുക്കണം. ആ ചെരിവ് കൊടുക്കുന്നതോട് കൂടി തന്നെ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലാവും വേണം. അതേപോലെ മേലെ വണ്ണം പറ്റ കുറവും അടിയിൽ നല്ല വണ്ണം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുക, ഒന്നും കൂടി മറ്റേ അതിൻ്റെ പരമാവധി ഒന്ന് ചെരിച്ച് കൊടുക്കുക. അപ്പം എന്താവും, ഇത് മേലെ വണ്ണം കുറഞ്ഞ സ്ഥലത്തുമ്പോൾ എന്താവും, ഇതിങ്ങനെ ഇങ്ങനെ ഒരേ സ്ട്രെയിറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതെന്താവും, ഇത് വണ്ണം കുറഞ്ഞ സ്ഥലത്തുമ്പോൾ ഇതിങ്ങനെ തൂങ്ങും, ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ വരും. അപ്പം എന്ത് ചെയ്യും, നമ്മളിതിൽ ചവിട്ടി നിന്നിട്ട് ഇതിനെടുത്തുങ്ങാണ്ട് ഇങ്ങനെ ടൈറ്റായി കൊടുക്കുമ്പോൾ എന്താവും, ഇത് നമുക്ക് അവിടുന്ന് ടൈറ്റാക്കി ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കാം. പക്ഷേ ഇത് നമുക്ക് അടിയിലാവുമ്പോൾ കഴിയൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ചെരിവും ഉണ്ട്. ഇതിഞ്ഞ് മേലെത്തുമ്പോൾ എന്താവും, സ്ട്രെയിറ്റ് ആയിട്ട് മാറും. അപ്പം ഈ കേബിൾ സെറ്റ് ചെയ്യണതാട്ടോ. ഇത് നല്ല ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. ഇതെന്തെങ്കിലും കാട്ടി കഴിഞ്ഞാൽ പൊട്ടും. അപ്പം നമ്മൾ വീഡിയോയിൽ പറയണ അതേപോലെ ചെയ്യണം. ഇതിങ്ങനെ അടിയത്തെ പാർട്ട് കൂടെ ഇങ്ങനെ കൊടുത്തിട്ട് അടിയത്തെ ഹോൾ കൂടെ ഇങ്ങനെ എടുത്തു. പിന്നെ എന്താവും, ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ഈ ഹോൾ കൂടെ എടുത്തു. പിന്നെ ഈ പട്ടിൻ്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോൾ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്നിങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ മെഷീൻ ആരാണോ ഉപയോഗിക്കുന്നത് ആ ആള് ഇതിൽ കയറിങ്ങനെ ഇരിക്കുക. മെഷീൻ ഉപയോഗിക്കുന്ന ആള് ഇതിൽ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യുക, കാല് ഫുള്ള് ഇങ്ങനെ നീർത്തുക. കാല് എത്ര നീർത്താൻ പറ്റുമോ, ഇരുന്ന് കാണ്ട് ഇതിൽ എത്ര നീർത്താൻ പറ്റുമോ അങ്ങനെ നീർത്തിയിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ ഇങ്ങനെ നോക്കുമ്പോൾ പടിയിൽ ഒരു 10 സെൻറ്റിമീറ്റർ ഇങ്ങനെ എക്സ്ട്രാ തൂങ്ങി നിൽക്കുന്നുണ്ട്. ആ 10 സെൻറ്റിമീറ്റർ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് അടുത്തേക്ക് ഇവിടുന്ന് ഇത് പറ്റപ്പോൾ 10 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഈ ഒരു ഇതിൽ വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യട്ടോ. പിന്നെ എന്ത് ചെയ്യുക, ഈ ലിവറിനെ ഇതിൽ കൂടെ അങ്ങനെ ഇട്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ഇതെടുത്തുകാണ്ട് ലോക്ക് ചെയ്യണം. അപ്പം നമ്മൾ ആ 10 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ലോക്ക് ചെയ്യുക. ഇത് 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ 2 എണ്ണം ഇട്ടുകാണ്ട് ലോക്ക് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉള്ളൂ. ഇത് 2 എണ്ണം ഇട്ടുകാണ്ട് രണ്ടും ഇതേപോലെ മറ്റേ ഇട്ട് ലോക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക,
10 സെന്റിമീറ്റർ നമ്മൾ ഓൾറെഡി എക്സ്ട്രാ ഇട്ടു. പിന്നെ ഒരു 10 സെന്റിമീറ്റർ എക്സ്ട്രാ ഇവിടെ ഇങ്ങനെ കണ്ടുകാണ്ട് ഇവിടെ കട്ട് ചെയ്താൽ മതി. ഇതെന്തിനാ ഇടണമെന്നോ, ഇനിയിപ്പോൾ പിന്നെ നമ്മളെയും കാട്ടിലും വലിയ ആൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിമൊന്ന് ഇവിടെ നിന്ന് അയച്ചിട്ട് ഇത് കൊടുക്കിടാം. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഇത് എക്സ്ട്രാ ഇടുന്നത്. അല്ല ഒരാൾ മാത്രമാണ് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 സെന്റിമീറ്റർ ഇവിടെ എക്സ്ട്രാ ഇട്ടു. ആ 10 സെന്റിമീറ്റർ അടിയിൽ ഇങ്ങനെ കണ്ടില്ലേ, കാലൊക്കെ നിർത്തി കഴിഞ്ഞാൽ 10 സെന്റിമീറ്ററിൻ്റെ ആ ഒരു ലൂസ് കണ്ടല്ലോ, ആ ഒരു കണ്ടീഷനിൽ സെറ്റ് ചെയ്യുക. ഇനി വേറെ ആരും ഈ മെഷീൻ യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സ്ട്രാ ഇട്ട 10 സെന്റിമീറ്ററിൽ മാത്രം എന്ത് ചെയ്യുക, ഒരു ഇവിടെയൊക്കെ ആയിട്ട് കട്ട് ചെയ്യുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്ട്രാ ഇട്ടു. പിന്നെ എന്ത് ചെയ്തു, ഇവിടെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ചെറിയ റൗണ്ട് ആക്കി ഇതിൽ മടക്കി ചെയ്തു. ഇത് മടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിടാം. പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു മൊത്തം ഈ ഒരു ലിവറിൻ്റെ ഈ ഒരു ഇത് മൊത്തം കവർ ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ ഇതെന്ത് ചെയ്യുക, ഒരു 2-3 ചിറ്റ് അങ്ങനെ ചിറ്റിങ്ങാണ്ട് ഇതാക്കിയാൽ മതി. ഓവറായിട്ട് ചിറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഇതിക്ക് ഇറങ്ങി പോവില്ല. ഇപ്പം എന്തായി, മെഷീൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, അടിയിൽ കണ്ടില്ലേ ഒരു 10 സെന്റിമീറ്ററോളം ഇത് കണ്ടില്ലേ, ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ. അതായത് നമ്മൾ മെഷീനിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാല് ഫുള്ള് നിർത്തി കഴിഞ്ഞാൽ എന്ത് വേണം, ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൂസ് ഇങ്ങനെ വേണം. ഇതൊരിക്കലും ടൈറ്റായി ടൈറ്റായി നിന്ന് കഴിഞ്ഞാൽ സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടൈറ്റായി പൊട്ടും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡൊക്കെ. സേഫ്റ്റി ബെൽറ്റ് നമ്മൾ സെറ്റ് ചെയ്യൽ ഇടത്ത് കൂടെ അങ്ങനെ കൊടുക്കുന്ന വലത്ത് കൂടെ എടുത്തിട്ട് ഇതിനതാ മുകൾക്കാക്കിക്കാണ്ട് ആണ് ലോക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇതിങ്ങനെ മുകൾക്കാക്കിക്കാണ്ട് ലോക്ക് ചെയ്തു. എന്നിട്ട് ഒരു 2 വിരലോ അല്ലെങ്കിൽ 3 വിരലോ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കുക. കൈയൊരു കുറച്ച് മേഡിൽ ലെവൽക്ക് ഇങ്ങനെ പൊക്കി വെക്കുക. ഒന്നായിട്ട് പൊക്കണ്ട, നമുക്കൊരു മേഡിൽ ലെവൽക്ക് ഇങ്ങനെ പൊക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്ക് ഇടുക. നമ്മൾ ഈ ഒരു വയറിൻ്റെ ഇവിടെ ഒരു മാർക്ക് ഇട്ടിട്ട് പിന്നെ ഇവിടുന്ന് ഫ്രീ ആക്കി വിടുക. ഈ മാർക്ക് പിന്നെ വിടരുത്. ഈ മാർക്ക് എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ കെട്ടുമ്പോൾ ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ആ മാർക്കിൽ കറക്റ്റായിട്ടാണ് നമ്മളെ കെട്ട് വരേണ്ടത് കേട്ടോ. കാണിച്ചുതരാ, അല്ലേ, ഓവർ ടൈറ്റും വേണ്ട ലൂസും വേണ്ട, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, നമ്മളിത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്ര വേണമെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 15 സെന്റിമീറ്ററിൽ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. പിന്നെ ഗ്ലൗസ് ഇടുക കേട്ടോ. ഗ്ലൗസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതിനെങ്ങനെ വലിച്ച് കയറ്റുക. അതേപോലെ ഇതിങ്ങനെ വലിച്ച് ഇതാക്കുമ്പോൾ ഇത് പിന്നെ ഇങ്ങനെ ലൂസാക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിലിങ്ങനെ ഇറങ്ങണമെന്നൊന്നുമില്ല കേട്ടോ, നേരെ ഇതിൽ ഇടണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ കൊടുത്തിട്ട് കൊണ്ടറിനോട് കൂടി തന്നെ ഇതിലും പിടിക്കുക. അത് ചിലപ്പോൾ ഇവിടേക്ക് കേൾക്കാറ് അല്ലെങ്കിൽ ഇവിടേക്ക് കേൾക്കാറ് എന്തായാലും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, അവിടുത്തെ ശ്രദ്ധിക്കാൻ മതി. അടിയിൽ നേരെ ഇടുക, പിന്നെ അടിയിലത്തെ വലിയ മെഷീൻ്റെ പാർട്ടിൽ പിടിച്ചിട്ട് വലിച്ച് കയറ്റിയാൽ മതി. ടൈറ്റ് ആക്കിട്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് ഒരു ഭാഗം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ലൂസാക്കി കാണ്ട് ടൈറ്റ് ആക്കാം. കണ്ടില്ലേ, ഇപ്പം അത്യാവശ്യം നമ്മൾ പോന്നു. പിന്നെ പറഞ്ഞു തോട്ടിയോട് ഇങ്ങനെ പറിക്കുക, അടുത്തുള്ളതൊക്കെ എത്തുന്നതൊക്കെ പറിക്കുക തന്നെ പരിപാടി. ഇറങ്ങുമ്പോൾ സേഫ്റ്റി ബെൽറ്റ് വേണ്ട, പക്ഷെ നനവ് ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് ആവശ്യമാണ്. സേഫ്റ്റി ബെൽറ്റ് ഒഴിവാക്കി സ്റ്റോപ്പ് ചെയ്യണോ? ഇട്ടായിക്കോട്ടെ.
കേബിള് വലിക്കാതെ വെറും കാലുകൊണ്ട് ഉപയോഗിക്കട്ടെ, കാണിച്ചു തരാം. സേഫ്റ്റി ബെൽറ്റ് ഇങ്ങനെ ഇട്ടു, കണ്ടില്ലേ? കാലുകൊണ്ട് മാത്രം ഇങ്ങനെ പൊക്ക, എങ്ങനെയും ചെയ്യാം. കണ്ടില്ലേ? അതേപോലെ നനവുള്ള സമയത്താണെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് കുറച്ച് ലൂസാക്കി പിടിക്കുക. ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കൊണ്ടുവരിക. തുടക്കത്തിലൊരു 4 ദിവസമൊക്കെ ഇവിടെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും കാലിനൊക്കെ. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോവും, മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കരുതിങ്ങാണ്ട് ഇതാവേതെ. ഇപ്പോൾ ഇത് അയക്കണ സമയത്തേ ഒന്നിങ്ങനെ ഈ ഒരു ലെവലിലേക്ക് പൊക്കുക, അതിങ്ങനെ തൂങ്ങി നിൽക്കണ കണ്ടീഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനോട് ഇങ്ങനെ ചേർത്ത്, കണ്ടില്ലേ? ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അത് ഓപ്പൺ ആക്കിങ്ങാണ്ട് ഇതിനെന്തിയിലിട്ടു, ഇത് ഓപ്പൺ ആക്കിങ്ങാണ്ട് വേറൊരു ഹോളിലിട്ടുങ്ങാണ്ട് ഇതായി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മുന്നിലേക്ക് ഇങ്ങനെ ചെറിയ ചെരിവ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പിന്നെന്താ ഒന്നിങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ ചെരിച്ചുകൊണ്ട് പിടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആദ്യം ഇത് സെറ്റ് ചെയ്യുക, മേലത്തത് സെറ്റ് ചെയ്തു, അത് വിട്ടു. അപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇവിടെ പിടിച്ചു, പിന്നെ എന്ത് ചെയ്തു, വീണ്ടും ഈ കൈ കൊണ്ട് ഇവിടെ പിടിച്ചിട്ട് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്യൽ പരിപാടി. ഈ കേബിള് ഇങ്ങനെ കെട്ടി കുടുങ്ങിയത്. അപ്പോൾ ഇത് ഒരു നേരെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ചിലപ്പം അടിയിലൊക്കെ കയറാം. അപ്പം എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ വലിച്ചു, കണ്ടില്ല? ആ കേബിൾ ഇങ്ങനെ ഇതായി കിട്ടി, ഇങ്ങനെ ഒപ്പം വെച്ചു, ഓപ്പണാക്കി ഇതിലിട്ടു, ഓപ്പണാക്കി ഇതിലിട്ടു, കണ്ടില്ലേ? ഇങ്ങനെ ഒരു മുന്നിക്ക് ഒരു ചെരുവിൽ പിടിക്കണം കേട്ടോ. അപ്പം നമ്മളെ തോട്ടി വെച്ച് കാണ്ട് പറിക്കണ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തോട്ടിൻ്റെ ഏകദേശം തലത്തോളം നമ്മൾ എന്ത് ചെയ്യും, തോട്ടിമ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ട് പോവുക. തോട്ടില്ലാത്ത സമയത്ത് നമ്മൾ സേഫ്റ്റി ബെൽറ്റ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ ഫസ്റ്റ് ഇനി ഇതിമേ പോകണത്. പിന്നെ തോട്ടിൻ്റെ തല എത്തി കഴിഞ്ഞാൽ ഇത് നമ്മളെടുത്ത് കയ്യിലിടും, പിന്നെ സേഫ്റ്റി ബെൽറ്റ് ഇട്ട് കാണ്ട് ഔട്ട് കയറുക, സ്റ്റോപ്പ്. മെഷീനൊന്ന് തൂങ്ങി. കേട്ടോ, കൊല്ലത്തെ പുതിയ ഇടയ്ക്കാണ്. നമ്മൾ ഈ വലിയ പാട്ടിൻ്റെ ഈ ചെറിയ ടയറേ ഇടക്കൊന്നിങ്ങനെ ഒരു 2-3 പറയൊക്കെ കഴിഞ്ഞാൽ ഇടക്കിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താണോ, ഇത് മെയിൻ ചെയ്യാന്ന് കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രം തേഞ്ഞുകാണ്ട് എന്താവും, ഇത് പൊട്ടും. മനസ്സിലായില്ലേ? അപ്പളേ ഈ കേബിളിൻ്റെ ഉള്ളിൽ കുറെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇവിടെ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഇൻസുലേഷൻ അയച്ചിട്ട് ഇത് അയച്ചെടുക്കുക. അയച്ചിട്ട് എടുക്കുക, ഈ ഭാഗം ഇങ്ങനെ ഉള്ളിലേക്കാക്കിങ്ങാണ്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? ഇതിപ്പോ ഇങ്ങനെ കവുങ്ങില് ഇത് വരുന്നതാണ്. അപ്പൊ ഇവിടെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ, ഇനി പൊട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിച്ചിട്ടാൽ മതി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇത് പറ്റ പൊട്ടി കഴിഞ്ഞാൽ നമ്മളെ എക്സ്ട്രാ ഇത് തരും, ഇത് ചെയ്യാം. ഇതും തന്നെ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യാം. അതേപോലെ തന്നെ ചെയിനിന്റെ ഈ ബെൽറ്റ് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇത്
ഒന്നിങ്ങനെ ഈ ഭാഗം ഇത് അയച്ചിട്ട് ഈ ഭാഗം തിരിച്ചിടാം. ഇനി തിരിച്ചിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എക്സ്ട്രാ ചെറിയ സാധനം ഉണ്ടാവും, അത് ഇതിൽ ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒപ്പം ചെറിയ കെട്ടുകമ്പി ഉണ്ടാവും, നമ്മൾ തന്നിട്ടുണ്ടാവും. അപ്പം നമ്മളേ ഈ പിന്നെന്താ കയ്യിൻ്റെ ഈ റബ്ബർ ഒരു ഭാഗം തേഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തേഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത് ഇവിടെ നിന്ന് അയച്ചെടുക്കുക. തേയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം തേഞ്ഞിട്ട് മതി കേട്ടോ. അത്യാവശ്യം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ഏകദേശം പൊട്ടാനാവുന്നില്ല കണ്ടീഷൻ ആവുമ്പോ അപ്പൊ അതെന്ത് ചെയ്യാ, ഇതിങ്ങനെ 2 സ്ക്രൂ അയച്ചിട്ട് ഇപ്പൊ ഈ ഭാഗത്താണ് തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ നേരെ ഇത് തിരിച്ചിട്ടു. അപ്പൊ എന്തായി, തേഞ്ഞ ഭാഗം എന്തായി പുറത്തേക്കാവും, ഇവിടെ തന്നെ തേഞ്ഞ ഭാഗം പുറത്തേക്കാവും. അങ്ങനെ ഇത് അത്യാവശ്യം നല്ലോണം തേഞ്ഞിട്ട് മതി കേട്ടോ. ഇത് നമുക്കിങ്ങനെ നോക്കിയാൽ തോന്നും, പൊട്ടാനായിക്കണം തോന്നുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതായത് മുന്നേ ഇങ്ങനെ കയറും, പിന്നെ അതെന്ത് ചെയ്യാ, നേരെ അയച്ചിട്ട് 2 കൈയും മാറ്റിയിടുന്ന സമയത്ത് എന്താവും, നല്ല തേയാത്ത ഭാഗമാവും, നമ്മൾ കവുങ്ങിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയും എന്താവും, തേഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിന്ന് അയച്ചെടുത്തിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട്. അപ്പൊ നമ്മള് 2 ഭാഗവും തേഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പിന്നെന്താ നമ്മളെന്താട്ടി ഇത് മാറ്റി മാറ്റം വരുത്തി, പിന്നെയും ഈ ഭാഗം 2 ഭാഗവും തേഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യണം, നമ്മളിത് ഈ ഭാഗം ഇങ്ങോട്ട് മാറ്റിയിടണം. മാറ്റിയിടുമ്പോ നമ്മള് ഇങ്ങനെ ഒരു ഈ ആണിട്ടിട്ട് ഇതേപോലെ ഈ വെളിച്ചെണ്ണന്റെ അതുകൊണ്ട് ഈ ഗ്യാപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അത് റബ്ബർ ബുഷിന്റെ എല്ലാ ഭാഗത്തും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. പിന്നെ ഈ ഭാഗത്ത് തന്നെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് ദൊയിച്ചു കൊടുക്കുക. ദൊയിച്ചു കൊടുത്തിട്ട് അതും തന്നെ എല്ലാ ഭാഗത്തും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ തുണിക്കഷ്ണം കൂട്ടിങ്ങാണ്ട് ഇങ്ങനെ അയച്ചാൽ മതി. ഇങ്ങനെ അയക്കുമ്പോ നമ്മളെന്താവും, 2 ഭാഗവും തേഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ അയക്കുക. പിന്നെ ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, കവുങ്ങില് പിന്നെ ടച്ച് ചെയ്യണ ഭാഗമായിട്ട് വെക്കണം. അപ്പൊ നമ്മൾ ഇപ്പൊ സ്ക്രൂ ഇങ്ങനെ ചെയ്യുമ്പോ ഈ നല്ല ഭാഗം എന്താണ്, കവുങ്ങില് ടച്ച് ചെയ്യണ ഭാഗത്തായിങ്ങാണ്ട് ചെയ്യണം. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഇത് രണ്ടും ഓപ്പൺ ആക്കി ഇതെടുത്തു തീന്ന്. ഇനി ഇത് നമ്മൾ കേൾക്കണം, ഷാമ്പു ഇട്ട് കണ്ട് കേൾക്കണം. നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ ഇട്ട് കണ്ട് തയ്ച്ചല്ലോ. അപ്പൊ ഇതിൽ വെളിച്ചെണ്ണന്റെ കണ്ടന്റ് ഉണ്ടാവും ഇതിലും പിന്നെ ഇതിമി. അപ്പൊ അതെന്ത് ചെയ്യണം, അത് നമ്മൾ കാർ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് ആ വെളിച്ചെണ്ണ ആയതൊക്കെ ഇങ്ങനെ ഇതിട്ട് കഴുകുക. ഇപ്പൊ ഇതിമത്തെ വെള്ളം എന്ത് ചെയ്യാ, ഇനി വെള്ളം ഇതേമാതിരി തോത്തി കളഞ്ഞിട്ട് ഒന്നിങ്ങനെ ചൂടാക്കുക. അപ്പൊ എന്താവും, വെള്ളത്തിന്റെ കണ്ടന്റ് മൊത്തം പോവും. അതേമാതിരി ഇതിന്റെ ഉള്ളിലുണ്ടാവും വെള്ളത്തിന്റെ ഇതുണ്ടാവും, അംശം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം സീല കഷ്ണം കൊണ്ട് ഇതാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഒന്നിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ അതിന്റെ ഉള്ളിലത്തെ വെള്ളം ഉണങ്ങും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇതില് വെളിച്ചെണ്ണ ആക്കിങ്ങാണ്ട് ഇത് ഊരിയെടുത്തു. അത് കാർ ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ കേക്ക് ഉണക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോ എങ്ങനെ, പിന്നെ കവുങ്ങിന്റെ ഭാഗത്തേക്ക് പിന്നെ വരുന്ന ഭാഗം, കവുങ്ങ ടച്ച് ആവുന്ന ഭാഗം എന്താണ്, ഇതേമാതിരിക്ക് ഡാമേജ് ഇല്ലാത്ത ഭാഗം ആഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യാ, ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ഒരു പാകത്തെ സ്പീഡിൽ ഇങ്ങനെ അടിച്ചാൽ മതി. ഒന്നായിട്ട് അടിക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ അല്ലെങ്കിൽ ഇതേമാതിരിക്ക് ആമറോ അങ്ങനെ എന്തേലുമൊക്കെ ആയാൽ മതി കേട്ടോ. പെരുവ് അടിക്കരുത് കേട്ടോ. ഏകദേശം മെല്ലെ അടിച്ച് കയറ്റിയാൽ മതി. പിന്നെ ഏകദേശം ഒരു സെറ്റായി കഴിഞ്ഞാൽ ഒരു 1/2 സെന്റിമീറ്റർ ആകുമ്പോൾ ഇത് എങ്ങനെ അടിച്ചാലും കയറൂല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലത്തെ ഒരു ടൂൾസ് തന്നിക്കും. ഇതേപോലത്തെ ടൂൾസ് തന്നത് ഇവിടെ ഹോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലേഡ് കൊണ്ട് ഒന്നിങ്ങനെ കുറച്ച് ഹോള് വലുതാക്കുക. അതായത് കുറച്ചിങ്ങനെ റൗണ്ട് ആക്കുക. ഇതേപോലത്തെ ഹോളാക്കണം. അതെന്താ ബ്ലേഡ് കൊണ്ട് ഇതിന്റെ ഇതൊന്നിങ്ങനെ ഇതാക്കാണ്ട് ഒന്നിങ്ങനെ വലുതാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഈ ഹോള് നേരെ ഇങ്ങനെ വെച്ചിട്ട്
വരുന്ന സ്ഥലമാണ് കേട്ടോ. കോൺക്രീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇരുമ്പോ അല്ലെങ്കിൽ മരക്കഷ്ണത്തിലൊക്കെ ഇങ്ങനെ, ഇല്ലെങ്കിൽ ഇതിങ്ങനെ അളകും. അപ്പോൾ പെരുന്നൊരു സ്ഥലമാവണം. എന്നിട്ട് ഇതേമാതിരി ഒരു ആമർ എടുത്തുകാണ്ട് മെല്ലെ മെല്ലെ അടിച്ചാൽ മതി. ചിലത് ടൈറ്റ്, നമുക്ക് എത്ര വെയിറ്റ് അവിടെ കൊടുക്കണോ അത്ര ഒന്നായിട്ട് വെയിറ്റ് കൊടുത്ത് അടിക്കണ്ട. ഇപ്പൊ കണ്ടില്ലേ സംഭവം സെറ്റായി. അപ്പൊ ഇത് ഓരോ ഭാഗം തേയുമ്പോഴും പൊട്ടണേന്റെ മുന്നേ തടണം, തേയാത്ത ഭാഗം ഇങ്ങനെ മാറ്റിയിട. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി. ഓക്കെ. ഇത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, കവുങ്ങ് അടക്ക കുറച്ചൊരു 2-3 ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൈ കൊണ്ട് വെല്ല ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഒരു ഭാഗം മാത്രം തേഞ്ഞ് പൊട്ടും. ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ കൈ കൊണ്ട് തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്താവും, ഒരു ഭാഗം മാത്രം തേഞ്ഞ് പൊട്ടിപ്പോവും. ഇതിങ്ങനെ തേഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊതുവെ മൊത്തത്തിലാണ് റൗണ്ട് ആയിട്ടാണ് തേയല്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിടത്തോളം അങ്ങനെ മനസ്സിലായത്. അല്ല, ഇനി ഒരു ഭാഗം മാത്രം തേയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇതിൽ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഓൾഡ് സ്പേസ് ഉണ്ടാക്കുക. അതിക്ക് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സാധനം ഇങ്ങനെ വലിച്ച് റിമൂവ് ചെയ്യുക. കാർ ഷാമ്പു ഇട്ടുകാണ്ട് കേകിക്കാണ്ട് ദിമ്മത്തൊക്കെ വെള്ളത്തിന്റെ അംശം കേകി കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇത് ആദ്യം ഒന്നിങ്ങനെ ആഡ് ചെയ്യുക. ഒന്ന് ആഡ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഏകദേശം ഇവിടെ എത്തുന്ന സ്ഥിതിയാകുമ്പോൾ ഈ സാധനം ഉപയോഗിച്ചുകാണ്ട് ഇങ്ങനെ വെച്ചുകാണ്ട് എന്ത് ചെയ്യുക, മെല്ലെ അങ്ങനെ മേടി കൊടുത്താൽ മതി. അങ്ങനെ മേടുമ്പോൾ എന്താവും, ഫസ്റ്റത്തേത് എന്താവും ഏകദേശം ഇത്ര ഇറങ്ങും. പിന്നെ രണ്ടാമത്തെ കൊടുത്തുകാണ്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇത് വെച്ചുകാണ്ട് ഇങ്ങനെ ഫസ്റ്റ് ഇത് വെറ്റം എത്തുന്ന സമയത്തോളം ഇങ്ങനെ ഇതുകൊണ്ട് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ആമർ കൊണ്ട് അടിച്ചാൽ മതി. പിന്നെ ഇവിടെ എത്തി കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് മെല്ലെ പാകത്തെ സ്പീഡിൽ ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ തട്ടിയാൽ മതി. ഒന്നായിട്ട് അടിച്ചുങ്ങാണ്ട് ഇവിടേക്ക് ഡാമേജ് ആക്കിയത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതും അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മള് 2026 ജൂൺ 16 മുന്നേ കൊടുത്ത മെഷീനൊക്കെ നമ്മള് ഒരു ഭാഗത്ത് ഹോള് ഫുള്ളും ഒരു ഭാഗത്ത് ഹോള് കുറവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ മെഷീൻ കിട്ടിയ ആൾക്കാര് ഇതിലൊരു കുറച്ച് ഇത് വെറ്റം ഒരു 3 ഹോൾ ഇടുക. 3 ഹോൾ ഇട്ടിട്ട് ഇതിന് അയച്ചെടുത്തിട്ട് 3 ഹോൾ ഇട്ടിട്ട് എന്ത് ചെയ്യാ, നമ്മള് ഈ സാധനം എക്സ്ട്രാ തന്നിക്കും. ഇതിൽ കട്ടി കുറഞ്ഞത് എന്ത് ചെയ്യാ, കുറഞ്ഞത് എടുത്തുകാണ്ട് എന്ത് ചെയ്യാ, ഇവിടെ ഈ പിന്നെ റബ്ബർ ഇത്ര വരെ റബ്ബർ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ങനെ ആ കട്ടി കുറഞ്ഞ റബ്ബർ ബുഷ് ഇതേമാതിരി സംഭവം കട്ടി കുറഞ്ഞത് ഇതിലിങ്ങനെ ആഡ് ചെയ്തിട്ട് ഏകദേശം ഒരു ഇവിടെ കട്ടറോണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ അളവ് നോക്കിയിട്ട് റബ്ബർ കട്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ തിരിച്ച് കയറ്റിയാൽ മതി. ഓക്കെ. തിരിച്ച് കയറ്റുന്ന സമയത്ത് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കുക, 4 ഭാഗത്തും വെളിച്ചെണ്ണ ആക്കുക. അതേമാതിരി ഇതിൻ്റെ ഉള്ളിലും കുറച്ച് വെളിച്ചെണ്ണ ആക്കിക്കാണ്ട് മൊത്തത്തിൽ വെളിച്ചെണ്ണ ആക്കിക്കാണ്ട് ഇങ്ങനെ കയറ്റിയാൽ മതി കേട്ടോ. ഇത് ഇനി അയച്ചുകാണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രൂ ഫുള്ള് മുറുക്കുക. സ്ക്രൂ ഫുള്ള് മുറുക്കുമ്പോൾ എന്താവും, ഇത് ടൈറ്റ് ആവും. ഒരിക്കലും ടൈറ്റ് ആവാതെ ഇതിങ്ങനെ ഒന്ന് ലൂസ് ആക്കുക. അപ്പൊ കണ്ടില്ലേ, ഈ ഒരു മൂവ്മെന്റ് ആണ്. നല്ല ലൂസും വേണ്ട, അതായത് ഫുള്ള് ടൈറ്റ് ആക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ ഇതാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ അല്ല വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മെല്ലെ ഒന്ന് ലൂസ് ആക്കുക. ഇപ്പൊ സെറ്റ്. ഇനി ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ടൈറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഈ സാധനം വെളിച്ചെണ്ണ ഇവിടേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇതിലും അതേപോലെ തന്നെ ചെയ്യണം. വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് ഈ രണ്ട് കൈയും എപ്പോഴും ഇങ്ങനെ ഈ ഒരു ആടുന്ന കണ്ടീഷനിലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെതും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് ആക്സിലേറ്റർ കൊടുത്ത എന്താക്കാര അവസ്ഥ, അതേ അവസ്ഥയൊക്കെയാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ സ്ക്രൂ ലൂസ് ആകുന്നുണ്ടോന്നൊക്കെ ഇടക്ക് നോക്കണം. ഇതിലും തന്നെ വെളിച്ചെണ്ണ ഇടക്ക് കൊടുത്താൽ മതി. അപ്പോൾ സംഭവം ഓക്കെ. ഇനിയിപ്പോൾ ഇത് നമ്മൾ കുറേ ഉപയോഗിക്കുമ്പോൾ ഇതെന്താവും, ഒരു ഭാഗത്ത് ഡാമേജ് ആയി കണ്ട് പൊട്ടും. ഇത് ഡാമേജ് ആയി പൊട്ടും. അതേപോലെ തന്നെ ഇതും ഡാമേജ് ആയി പൊട്ടും.
പൊട്ടുന്നതിന്റെ മുന്നേ ഏകദേശം പൊട്ടുന്നില്ല ആ ഒരു അവസ്ഥയിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇത് ഇതിന് അയക്കുക, എന്നിട്ട് ഇത് വെടുക്ക് വെക്കുക, ഇത് അയച്ചിട്ട് ഇത് ഈ ഭാഗത്തേക്കും വെക്കുക. അപ്പൊ എന്താവും, ഈ ഭാഗം ഇതിന്റെ ഉള്ളിലും വരും, ഈ ഭാഗം ഇവിടുത്തെ ഉള്ളിലും വരും. അപ്പൊ പുതിയൊരു ഇതിലാക്കാരം. പിന്നെ എന്ത് ചെയ്യുക, അത് കുറെ കാലം ഉപയോഗിക്കുമ്പോൾ പറ്റ പൊട്ടുന്നില്ല അവസ്ഥയായി കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പുതിയ എക്സ്ട്രാ തന്നിക്കോലെ ഈ സാധനം, അത് നമ്മൾ പിന്നെ ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യണത് കാണിച്ചത് ഇത് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പുതിയത് ആഡ് ചെയ്യുമ്പോൾ 2 ഭാഗവും തേഞ്ഞ് പൊട്ടി ഈ സാധനം നമ്മൾ ഒഴിവാക്കി, കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ പുതിയത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ആദ്യം 2 ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ 4 ഭാഗത്തും വെളിച്ചെണ്ണ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, കട്ടിയുള്ളത് കേട്ടോ, കട്ടി കുറഞ്ഞത് ചൂടാക്കണ്ട, കട്ടിയുള്ളത് എന്താക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് അടുപ്പത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്, 6 സെക്കൻഡ്, 7 സെക്കൻഡ്, 8 സെക്കൻഡ്. ഇപ്പൊ കണ്ടില്ലേ, ഇതൊന്നിപ്പോ ഒന്നിങ്ങനെ സോഫ്റ്റ് ആയി. പിന്നെ അത് എടുത്തുകാണ്ട് സീല കഷ്ണം കൊണ്ട് എടുത്തുകാണ്ട് ഒന്നിങ്ങനെ ഇതിങ്ങനെ പിടിച്ചാല് എന്താവും, സംഭവം ഇതിന്റെ പുറത്തില്ലാതെ പോവും. ഇപ്പൊ എന്തായി, ഇപ്പൊ ഇത് സോഫ്റ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, കണ്ടില്ലേ സിമ്പിളാണ്. ഇതന്നെ പരിപാടി. ഇങ്ങനെ കയറലാണെന്നുണ്ടെങ്കിൽ ഒരു തുണി കഷ്ണം പിടിച്ചുകാണ്ട് കണ്ടില്ലേ ഇത്. പിന്നെ മറ്റത് കയറ്റുമ്പോ പിന്നെ കട്ടി കുറഞ്ഞത് കയറ്റുമ്പോ വെളിച്ചെണ്ണ മാത്രം ഇട്ടാൽ മതി. ഇതിലും ഇതിന്റെ ഉള്ളിലും വെളിച്ചെണ്ണ മാത്രം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കയറ്റിയാൽ മതി. ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കട്ടി കുറഞ്ഞത്. ഇനി നമുക്ക് ഇതിൽ ഹോൾ ഇടണം. ഹോൾ ഇടുമ്പോ എന്ത് ചെയ്യാ, ഇങ്ങനെ നോക്കുക. അപ്പൊ നമ്മള് പിന്നെ ഇനി ഇതിൽ ഹോൾ ഇടണം. ഹോൾ ഇടുമ്പോ എന്ത് ചെയ്യാ, ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കിങ്ങാണ്ടി നമുക്ക് ഇങ്ങനെ മനസ്സിലാവും എവിടെയെന്നുള്ളത്. അപ്പൊ അതിലിങ്ങനെ ഈ ആണയോണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചിലപ്പോ ഫസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോ ഹോളിന്റെ ഏതെങ്കിലും മൂലക്കെ കയറും. അപ്പൊ എന്ത് ചെയ്യാ, അതിനങ്ങോട്ട് എല്ലാ ഭാഗവും നോക്കിക്കാണ്ട് എന്ത് ചെയ്യാ, ഇവിടെ നമ്മള് ഇതുകൊണ്ട് ഇത് ചെയ്യാം. ആ ഹോളിന്റെ റൗണ്ട് ആക്കിക്കാണ്ട് ഈ ഹോളിനെ ഇങ്ങനെ റൗണ്ട് ആക്കിക്കാണ്ട് എന്ത് ചെയ്യാം, അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിക്കാണ്ട് നമുക്ക് സെറ്റാക്കി വെക്കുക. പിന്നെ എന്ത് ചെയ്യാ, അങ്ങനെ ഇതൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ എത്ര ഉണ്ട് അതൊക്കെ ചെയ്യാം. ഇത് വെക്കേണ്ടതുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ ടൂൾസ് ഉണ്ടല്ലോ ഇതെടുത്തിട്ട് ഇത് കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്യാന്നാല് ഒരു പാകത്തിന് ഇതിങ്ങനെ 2 ഭാഗവും ഇങ്ങനെ ചൂടാക്കുക. 2 ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും ഇങ്ങനെ ചൂടാക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതിലിങ്ങനെ പ്രസ് ചെയ്യുക. ഇതിപ്പോ ചൂടായിക്കണ്. ഇത് ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ മറ്റേ കുറെ അമർത്തിയത്, ചൂട് കുറവാണെങ്കിൽ ഇതിൽ അമർത്തിയത്താവൂല. അപ്പൊ ഇതെന്താവും, പൊട്ടും. അപ്പൊ ചൂടുണ്ടാവുമ്പോ ഒരു മീഡിയം ഇത് കൊടുത്താൽ മതി. ഇതിങ്ങനെ ചൂടാക്കിക്കാണ്ട് വല്ലാതെ അമർത്തണ്ട, മെല്ലെ വെച്ചാൽ മതി. കാരണം ചൂടായിക്കണത് മെല്ലെ വെച്ചാൽ തന്നെ സാധനം സംഭവം സെറ്റാവും. ഇപ്പൊ അങ്ങനെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യാ, പിന്നെ അങ്ങനെ ഇതൊക്കെ ഇടുക. നമ്മൾ ആദ്യം ഇതാക്കി വെച്ചില്ലേ, അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇതൊന്നും ഇതായി ഓക്കെ അല്ലേ. പിന്നെ എന്ത് ചെയ്യാ, അതങ്ങനെയാണ് വൃത്തിയാക്കുക. അപ്പൊ എന്താവും, കണ്ടില്ലേ ഹോളായി. അങ്ങനെ മൊത്തം ഇട്ടാൽ മതി.
മെഷീന് വെക്കുമ്പോൾ അങ്ങനെ വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ കേട്ടോ, നമ്മളൊരു കേബിൾ ഉണ്ടാവുമല്ലോ, ആ കേബിള് ബെൻഡ് ആവും. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ക്യാപ്പ് വരുമ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കും. പിന്നെ ഈ സാധനം ചൂടുള്ള സ്ഥലത്ത് ഒരിക്കലും വെക്കരുത് കേട്ടോ. ഭയങ്കര ആസ്പിറ്റോസിൻ്റെ ഒക്കെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചൂടെങ്ങാണ്ട് ഇത് പൊട്ടും. മനസ്സിലായില്ലേ? വിള്ളൽ വരും, വിള്ളൽ വന്ന് പൊട്ടും. അപ്പോൾ ഇത് ചൂടുള്ള സ്ഥലത്ത് ഒരിക്കലും വെക്കരുത്, തണുപ്പുള്ള സ്ഥലത്ത് വെക്കുക. ഓക്കെ.